നമ്മുടെ ആട്ടുംകൂടെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആടുകളെല്ലാം അയച്ച് നമ്മൾ പറമ്പിൽ കെട്ടിയിട്ടാണ്. അങ്ങനെ പറമ്പിൽ കെട്ടിയപ്പോൾ പെട്ടെന്ന് പറമ്പിൽ നിന്ന് ആടുകളെ ഭയങ്കര ബഹളം കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ നേരെ പറമ്പിൽ പോയി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ പുല്ലനെ കെട്ടിയ കുറ്റിയും പറിച്ച് അവൻ നമ്മുടെ ശൃംഗാരിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവൻ കിടന്ന് ഒച്ചയും ഉണ്ടാക്കണതാണ്. അപ്പോൾ ശൃംഗാരിയുടെ അടുത്ത് വന്ന് നിൽക്കാനൊരു കാരണം കേട്ടോ. നമ്മുടെ ശൃംഗാരി ആദ്യത്തെ ഹീറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ കെട്ടുപറിച്ച് നേരെ ശൃംഗാരിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പിന്നെ ഏതായാലും നമ്മുടെ ശൃംഗാരി ഒരു മലബാറി ക്രോസ് ബ്രീഡ് തന്നെയാണ്. എന്നോർത്ത് പ്യുവർ മലബാറി അല്ല, ക്രോസ് ബ്രീഡ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്കൊരു 5 മാസം കഴിഞ്ഞു, 6 മാസത്തിൽ കയറിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അവൾ ആദ്യമായിട്ട് ഹീറ്റായിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റത്തെ ഈ ഹീറ്റിൽ നമ്മൾ അവരെ ക്രോസ് ചെയ്യിപ്പിക്കില്ല. കുറച്ചുകൂടി ആടൊരു വളർച്ചയും വളർന്ന് കുറച്ച് വളർച്ച ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ പുല്ലനെ മെല്ലെ പിടിച്ച് വലിച്ച് നമ്മൾ മാറ്റി വേറൊരു സ്ഥലത്ത് കെട്ടാൻ കൊണ്ടുപോയിട്ടോ. പിന്നെ പുല്ലനെ ഇങ്ങനെ പെട്ടകളുടെ നിന്നൊക്കെ വലിച്ചുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. അവൻ നല്ല രീതിയിൽ തന്നെ ബലം പ്രയോഗിക്കും. പിന്നെ ഒരു കണക്കിന് അവനെ വലിച്ച് നേരെ നമ്മുടെ പറമ്പിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നല്ലൊരു കുറ്റിയിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നുകൊണ്ടാണെന്നുണ്ട് ഇവൻ നല്ല രീതിയിൽ തന്നെ കഥയ്ക്കും കേട്ടോ. പിന്നെ ഇപ്പം അന്തരീക്ഷം നല്ല ചൂടുമല്ലേ. ഇവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറമ്പിലൊന്നും ഇറക്കി കെട്ടാറൊന്നുമില്ല. വൈകുന്നേരം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇറക്കി കെട്ടാറുണ്ട്. കൂട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ ആടുകളെല്ലാം ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മൾ പുറത്തയച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം സമയം ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ പറമ്പിൽ കൂടെ ഒന്ന് ഇറങ്ങി നടക്കാനും ആടുകൾക്കൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടി ഇതുപോലെ അയച്ചു കെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.